ശ്രീനാരായണ ഗുരു 1856 മുതൽ 1928 വരെ. ജനനം 1856 ഓഗസ്റ്റ് 20. ജന്മസ്ഥലം ചെമ്പഴന്തി. വീട്ടുപേര് വയൽവാടം വീട്. പിതാവ് മാടൻ ആശാൻ, മാതാവ് കുട്ടിയമ്മ. ബാല്യകാലനാമം നാരായണൻ. വിളിപ്പേര് നാണു എന്നാണ്. മഹാസമാധി 1928 സെപ്റ്റംബർ 20. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ശ്രീനാരായണ ഗുരു. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരു. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാരാണ് കൊച്ചുമാത, കൊച്ചുദേവി. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗൃഹം ഇലഞ്ഞിക്കൽ വീടാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യകാല ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. മരുത്വ മല സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്. പരിഷ്കാരങ്ങളാണ്. 1881 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ചു. അയിത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ശിവഗിരിയിൽ ആരംഭിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിനു വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ. 1905 കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചു. 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തി. പുളിക്കൊടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ ശ്രീനാരായണ ഗുരു എതിർത്ത സമ്മേളനമാണ് പാറവൂർ സമ്മേളനം, കൊല്ലം. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. അധസ്ഥിത ജനങ്ങളുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയ നവോത്ഥാന നായകൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച നവോത്ഥാന നായകൻ. ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകൻ. സാമൂഹിക നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് കാരണമായി. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ മേൽമുണ്ട് സമരം. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. സ്ഥാപിതമായ വർഷം 1903 മെയ് 15. 1078 ഇടവം 2. 1903 മെയ് 15. 1903 മെയ് 15. 1903 മെയ് 15 SNDP സ്ഥാപിതമായ വർഷം
സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. ആസ്ഥാനം കൊല്ലത്താണ്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു തന്നെ. ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. കുമാരനാശാൻ SNDP യോഗത്തിലെ പ്രസിഡൻ്റായ വർഷമാണ് 1923. കാക്കിനാട് സമ്മേളനം നടന്ന അതേ വർഷം 1923. ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപ്പു. ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതിയാണ് അല്ലെങ്കിൽ സംഘടനയാണ് വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷമാണ് 1898. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷമാണത്. ആ യോഗത്തിൽ കാരണം SNDP രൂപീകരണത്തിന് കാരണമായ ഒരു യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപ്പുവിന് പ്രചോദനമേകിയത്. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പു എന്ന് വെച്ചാൽ ഈ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷനാണ്. അത് സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപ്പുവിന് ഈ പ്രചോദനമേകിയത്. വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷമാണ് 1904 മെയ് 13. വിവേകോദയത്തിൻ്റെ സ്ഥാപകനാണ് കുമാരനാശാൻ. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപനാണ് M. ഗോവിന്ദൻ. M. ഗോവിന്ദനാണ് 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപൻ എന്ന് പറയുന്നത്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏതു വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ്? സ്വാമി വിവേകാനന്ദൻ. കുമാരനാശാൻ തൻ്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് വിവേകോദയം. അത് 1904 മുതൽ 1907 വരെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. കുമാരനാശാൻ തൻ്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് വിവേകോദയം. പിൻകാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് CR കേശവൻ വൈദ്യരാണ്. CR കേശവൻ വൈദ്യർ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായി ഇരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ടാഗോറും കുമാരനാശാനാണെന്ന ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് N. കുമാരൻ. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ദീനബന്ധു CF ആൻഡ്രൂസ് ആണ് ഉണ്ടായിരുന്നത്. അത് 1922 നവംബർ 22 ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. 1922 നവംബർ 22 ശ്രീനാരായണ ഗുരുവും ടാഗോറും കണ്ടുമുട്ടി. അന്നപ്പോൾ ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ദീനബന്ധു. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ C. രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി. C. രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയൊരുക്കിയത് MK ഗോവിന്ദദാസാണ്. വനജാക്ഷി മന്ദിരം എന്ന അദ്ദേഹത്തിൻ്റെ ഭവനമായിരുന്നു വേദി. വനജാക്ഷി മന്ദിരം എന്ന അദ്ദേഹത്തിൻ്റെ
ഭവനത്തിൽ നിന്നാണ് M.K. ഗോവിന്ദദാസ് ഒരു വേദി ഒരുക്കി. ആർക്ക് വേണ്ടിയിട്ട്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേണ്ടിയിട്ട്. വനജാക്ഷി എന്ന മന്ദിരം എന്ന അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ചിട്ട്. ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസിയാണ് രമണ മഹർഷി. 1916. 1922 നവംബർ 22 ഗുരു ടാഗോറുമായിട്ട് കണ്ടുമുട്ടി. അന്ന് കൂടെ ഉണ്ടായിരുന്ന C.F. ആൻഡ്രൂസ് ആണ്. അതേപോലെ 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടി. 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരു ഗാന്ധിജിയും കണ്ടുമുട്ടി. അന്ന് കൂടെ ഉണ്ടായി ശ്രീ രാജഗോപാലാചാരി, പിന്നെ E.V. രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി. ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസിയാണ് രമണ മഹർഷി. 1916 ഗുരു മറ്റൊരാളെ സന്ദർശിക്കാൻ പോയ ഏക സന്ദർഭം ഇതാണ്. ഭൗതികമായ ഔന്നിത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ്. 1916 അവർ കണ്ടുമുട്ടിയത്. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. അദ്വൈതാശ്രമം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷമാണ് 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈത ആശ്രമത്തിലെ ആപ്തവാക്യാണ് ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിലെ ആപ്തവാക്യം. 1913 ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരാണ് പെരിയാർ. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയ വർഷമാണ് 1916. 1916 തന്നെയാണ് രമണ മഹർഷി അദ്ദേഹം കണ്ടുമുട്ടിയതും. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയ വർഷമാണ് 1916. അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സാഹോദര്യ സമ്മേളനം നടന്ന വർഷമാണ് 1921 മെയ് 15. അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്ന വർഷമാണ് 1921 മെയ് 15. മെയ് 15, 1921. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമാണ് 1924. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷമാണ് 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ടി സദാശിവ അയ്യരാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ടി സദാശിവ അയ്യർ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകി. 1924. വിദേശ പര്യടനം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത്. ആദ്യ ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യനാണ് സ്വാമി സത്യവ്രതൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം 1926. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയ